രോഹിതേട്ട, മനോരമയുടെ ന്യൂസ് കാർഡിൽ രോഹിതേട്ടനും നമ്മുടെ സബ് എഡിറ്ററുമായിട്ടുള്ള ഹർഷ ബീവിയുടെയും ഫോട്ടോ. ജയിക്കിന്റെ വാർഡിൽ കിട്ടിയത് ഒരു വോട്ട്. മനോരമയ്ക്ക് സർക്കാസം തിരിച്ചറിഞ്ഞാൻ കഴിഞ്ഞില്ലേ എന്നുള്ളതാണ് ചോദ്യം. നമ്മൾ ഇതിനെപ്പറ്റി ഒരു ചർച്ച ഓൾറെഡി എടുത്തു. എനിക്ക് തോന്നുന്നില്ല മനോരമ ഇങ്ങനെ ഒരു വാർത്ത വിടുമ്പോൾ ദേവി ഇത് മനോരമയുടെ ഫാക്ട് ചെക്ക് ടീമാണ്. ഉറപ്പായിട്ടും ജയിക്കിന്റെ വാർഡിൽ ജയിക്കിന്റെ സ്ഥാനാർത്ഥിക്ക് CPM സ്ഥാനാർത്ഥിക്ക് ഒരു വോട്ടല്ല. ജയിക്കിന്റെ പഴയ വാർഡിലും അല്ല, പുതിയ വാർഡിലും. ഇത് അറിയാത്തവരല്ല, മണ്ടന്മാരല്ല നമ്മൾ. ജയിക്കിന്റെ വാർഡിൽ ഒരു വോട്ടേ കിട്ടുള്ളൂ എന്ന് വിശ്വസിക്കാൻ അത്ര പക്വതയില്ലാത്തവരും അല്ല നമ്മൾ. ഒരു ചർച്ച വളരെ തമാശയായി പറഞ്ഞു പോകുന്ന ഒരു ചർച്ചയിൽ സർക്കാസ്റ്റിക് ആയിട്ട് അടിച്ച ഒരു പോയിന്റാണ് ഈ പറയുന്നത് ജയിക്കിന്റെ വാർഡിൽ ഒരു വോട്ട്. അവസാനം അങ്ങനെയാണെങ്കിൽ ഇതും കൂടി കൊടുക്കണമായിരുന്നു മനോരമ. കൗണ്ടിങ്ങിൽ ഇരുന്ന ഉദ്യോഗസ്ഥർ മിഷൻ കുലുക്കി നോക്കിയപ്പോഴും ഓരോട്ടായിരുന്നു. അങ്ങനെ എന്താ ഒരു ക്യാപ്ഷൻ കൊടുക്കാത്തത് എനിക്ക് മനസ്സിലാവും. പക്ഷെ എന്റെ പ്രശ്നം, നമ്മളുടെ തമ്പോ നമ്മളുടെ ന്യൂസ് കാർഡോ ആയിരുന്നു ഇവരിതിൽ കൊടുത്തിരുന്നെങ്കിൽ അതിൽ ഞാൻ ഈ പറയപ്പെടുന്ന ജയിക്കിനോടും CPM-നോടും മനോരമയോടും അടക്കം ഖേദം പ്രകടിപ്പിച്ചത്. ഇവർ കൊടുത്തിരിക്കുന്ന ഈ വാർത്ത മറ്റാരോ ഷെയർ ചെയ്ത ഒരു വാർത്തയാണ്. ജയിക്കിന്റെ വാർഡിൽ സ്ഥാനാർത്ഥിക്ക് LDF സ്ഥാനാർത്ഥിക്ക് ഒരു വോട്ട് മാത്രം എന്ന തരത്തിൽ നമ്മളുടെ വീഡിയോയുടെ ഒരു പോർഷൻ മാത്രം കട്ട് ചെയ്തെടുത്ത് അത് പല സൈബർ ഇടങ്ങളിലൂടെ പ്രചരിപ്പിച്ചതാണ്. അതൊരു പക്ഷേ UDF അനുകൂലികളാകാം, അല്ലെങ്കിൽ BJP അനുകൂലികളാകാം, അതുമല്ലെങ്കിൽ ജയിക്കിനോട് എതിർപ്പുള്ള ഇടതുപക്ഷക്കാർ വേണമെങ്കിലും ആകാം. ഇത്തരത്തിൽ പ്രചരിക്കുന്ന മറ്റൊരു വീഡിയോ, കേരളത്തിലെ മറ്റൊരു പ്രമുഖ മാധ്യമത്തിന്റെ ഒരു വീഡിയോ ഞാൻ കാണിച്ചു തരാം. പക്ഷെ അത് കോപ്പിറൈറ്റ് ഇഷ്യൂസ് ഉണ്ടാകുമോ എന്ന് എനിക്കറിയില്ല. എങ്കിൽ പോലും ഞാനത് പ്രേക്ഷകർക്ക് കാണിച്ചു തരാം. എല്ലാവരും കണ്ട വീഡിയോ ആയിരിക്കും അത്. അതായത് നോക്കൂ, അത് ഞാൻ വേറെ അപ്പോ ഈ ഇപ്പൊ നിങ്ങൾ കേട്ട ഓഡിയോയിൽ ഉണ്ടായിരുന്നത് റിപ്പോർട്ടർ TVയുടെ മാനേജിംഗ് എഡിറ്റർ മുതലാളിയായ ആൻഡോ അഗസ്റ്റിനും അരുൺകുമാറും സുജയ പാർവതിയുമാണ്. പഞ്ചായത്ത് ഇലക്ഷനുകളുടെ റിസൾട്ടിനെ അവലോകനം ചെയ്യുമ്പോൾ ഡോക്ടർ ജിൻഡോ ജോൺ UDF ക്യാമ്പിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഇടതുപക്ഷത്തെയും BJP-യെയും ഒരുപോലെ ആക്രമിക്കുന്ന, അവരുടെ രാഷ്ട്രീയം കൃത്യമായി പറയുന്ന ഒരു സാധാരണ കുടുംബത്തിൽ നിന്ന് ജനിച്ചു വളർന്നു വന്ന, കഷ്ടപ്പാടുകളിലൂടെ വളർന്നു വന്ന ഒരു ചെറുപ്പക്കാരൻ ഇവരെടുത്ത് മത്സരിക്കുമ്പോൾ അവിടെ 3ാം സ്ഥാനത്തേക്ക് പോയി എന്ന് വലിയ രീതിയിൽ കുട്ടിഘോഷിക്കുന്നു. VD സതീശൻ 3ാം സ്ഥാനത്ത് പോയാലും ഇത്രയും സന്തോഷം ഉണ്ടാവില്ല. കാരണം ജിൻഡോയുടെ നിലപാടുകൾ എപ്പോഴും കൃത്യമായിരുന്നു. ജിൻഡോ റിപ്പോർട്ടർ TVയിലെ ചർച്ചകൾക്കോ മറ്റും റിപ്പോർട്ടർ ബഹിഷ്കരണത്തിന് ശേഷം പോയിട്ടില്ല. ആ ജിൻഡോ കഴിഞ്ഞ തവണ 5 വർഷങ്ങൾക്ക് മുമ്പ് പഞ്ചായത്ത് ഇലക്ഷനിൽ പരാജയപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ. എനിക്ക് തോന്നുന്നു എറണാകുളം ജില്ലയിലെ ജില്ലാ പഞ്ചായത്തിലെ ഏറ്റവും മികച്ച ഭൂരിപക്ഷത്തിലേക്കാണ് ജിൻഡോ ജയിച്ചു കയറിയത്. മനസ്സിലാക്കേണ്ടത് ഒരു കാര്യമുണ്ട്. ജിൻഡോയുടെ വോട്ടിംഗ് ശതമാനം നമുക്ക് പരിശോധിക്കുമ്പോൾ 13,449 വോട്ടുകൾക്കാണ് ജിൻഡോ ജയിക്കുന്നത്. അതായത് ജില്ലയിൽ തന്നെ മികച്ച ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ പോകുമ്പോൾ ആണ് ഇവർ പറയുന്നത് NDA സ്ഥാനാർത്ഥി അവിടെ ജയിക്കാൻ പോകുന്നു എന്ന തരത്തിൽ വാർത്തകൾ അടിക്കുന്നു. നമുക്കറിയാം, പോസ്റ്റൽ ബാലറ്റുകൾ എണ്ണുമ്പം തൊട്ട് ഈ മാധ്യമങ്ങൾ ലീഡ് എന്ന് പറയും. എന്റെ പഞ്ചായത്തിൽ ഞാൻ കൗണ്ടിങ്ങിന് പോയ ഒരാളാണ്. എനിക്ക് ഈ ഇലക്ഷൻ പ്രചരണവും ഇതിന്റെ കൗണ്ടിങ് ഒക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരാളാണ്. ഞാൻ അവിടുത്തെ ഒരു സ്ഥാനാർത്ഥിയുടെ നിന്ന് എന്നെ ഒരു കൗണ്ടിങ് ഏജന്റ് ആയിട്ട് സ്ലിപ്പ് വാങ്ങി ഉള്ളിലുണ്ടായിരുന്ന ആളാണ്. ഞങ്ങളുടെ പഞ്ചായത്തിലെ CPM-ന്റെ പ്രസിഡന്റ് സ്ഥാനാർത്ഥി പ്രിയപ്പെട്ട ഗിരീഷ് ഏട്ടൻ, നമുക്കൊക്കെ പ്രിയപ്പെട്ട ആളാണ്. ഗിരീഷ് ഏട്ടൻ മത്സരിച്ചെടുത്ത് ഓപ്പോസിറ്റ് മത്സരിച്ചത് പ്രസാദ് എന്ന് പറയുന്നത് നമ്മുടെ മറ്റൊരു ജ്യേഷ്ഠനാണ്. അപ്പോൾ സ്വാഭാവികം ഇവർ തമ്മിലുള്ള മത്സരമാണ്, പഞ്ചായത്ത് ഇലക്ഷൻ ആണല്ലോ. പോസ്റ്റൽ ബാലറ്റ് എണ്ണിയപ്പോൾ 9 പോസ്റ്റൽ ബാലറ്റുകളാണ് ആ വാർഡിലുണ്ടായിരുന്നത്. 9 പോസ്റ്റൽ ബാലറ്റ് ലഭിച്ചത് ഈ പറയപ്പെടുന്ന ഗിരീഷ് ഏട്ടനാണ്. അപ്പോൾ ഗിരീഷ് ഏട്ടന് 9 പോസ്റ്റൽ ബാലറ്റുകൾ ലഭിച്ചപ്പോൾ പുറകെ പറയൂ, സർക്കാർ ഉദ്യോഗസ്ഥർ മുഴുവൻ ട്രെൻഡാണിത്. ആ വാർഡ് മികച്ച ഭൂരിപക്ഷത്തിൽ ജയിക്കാൻ പോകുന്ന ട്രെൻഡാണ്. CPM-ന്റെ സിറ്റിംഗ് വാർഡാണ് കേട്ടോ. മികച്ച ട്രെൻഡാണെന്ന് തോന്നുന്നു. പക്ഷേ വോട്ട് എണ്ണിയപ്പോൾ 9 വോട്ടുകൾക്ക് 9 പോസ്റ്റൽ വോട്ട് നേടിയ ആൾ പരാജയപ്പെടുകയും CPM-ന്റെ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനാർത്ഥി പരാജയപ്പെടുകയും, ഒരു നെഗറ്റീവ് അദ്ദേഹത്തെ കുറിച്ച് പറയാനില്ലാത്തൊരു മനുഷ്യൻ, അദ്ദേഹം പരാജയപ്പെടുകയും ഈ പറയപ്പെടുന്ന പ്രസാദ് ഏട്ടൻ ജയിക്കുകയും ചെയ്തു. അതിന്റെ കാരണങ്ങളെ വിലയിരുത്തുമ്പോൾ ഈ പറയപ്പെടുന്ന CPM-ന്റെ സ്ഥാനാർത്ഥിക്ക് ജനങ്ങൾ ചിന്തിച്ചപ്പോൾ ഈ പറയപ്പെടുന്ന ഒരു സൊസൈറ്റിയിൽ സർവീസ് സഹകരണ ബാങ്കിൽ ജോലിയുണ്ട്, മറ്റു സാഹചര്യങ്ങളുണ്ട്, മറ്റേ ആൾക്കാരില്ല. ഇവർ രണ്ടുപേരും ഒരുപോലെ ആ നാടിന്റെ ജനകീയരായിരുന്നു. അപ്പോൾ ഏറ്റവും കൂടുതൽ സമയം ആർക്കാണോ എന്ന് ജനം കണ്ടെത്തി അയാളെ തെരഞ്ഞെടുത്തു. അപ്പോ ഈ പോസ്റ്റൽ ബാലറ്റ് എണ്ണുമ്പോൾ ഇത് ചാനൽ റിപ്പോർട്ട് ചെയ്യുകയാണെന്നിരിക്കട്ടെ, ഈ പറയപ്പെടുന്ന മനോരമയോ റിപ്പോർട്ടറോ 24 ഏതൊന്നായിക്കോട്ടെ, ഇത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ അവരെന്തായിരിക്കും പറയുക, ഇതാ 9 വോട്ടുകൾക്ക് ലീഡ് ചെയ്യുന്നു, മറ്റേ പിന്നിൽ. റിസൾട്ട് വരുമ്പോൾ എന്താ, ഫൈനൽ റിസൾട്ടിൽ എന്താ, മികച്ച ഭൂരിപക്ഷത്തിൽ മറ്റേ ജിയിക്കുകയാണ്. ജിൻഡോയുടെ കേസിലാണ് ഡോക്ടർ ജിൻഡോ ജോൺ ഇതിനെ വളരെ സർക്കാസ്റ്റിക് ആയിട്ട് തന്നെ അതിനെ കട്ട് ചെയ്തുകൊണ്ട് പോയി ജയിച്ചു കേട്ടോ എന്നൊരു ക്യാപ്ഷൻ ഇട്ട് കൊണ്ടുവന്ന് പോസ്റ്റ് ചെയ്തു. സത്യത്തിൽ നമ്മളിത്
എന്തുകൊണ്ടാണ് നമ്മളിത് പറയാനുള്ള കാരണം, ജയിക്കിനെ സംബന്ധിച്ചിടത്തോളം ജയിക്ക് പുതുപ്പള്ളിയിൽ ഇടതുപക്ഷത്തിന് ഒരു വലിയ വേരോട്ടം ഉണ്ടാക്കിയെടുത്ത ഇടതുപക്ഷത്തിന്റെ നേതാവാണ്. ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടത്തിൽ ഉമ്മൻചാണ്ടിയുടെ പഞ്ചായത്തിലടക്കം കോൺഗ്രസിന് വലിയ വെല്ലുവിളിയായ നേതാവിന്റെ പേരാണ് ജയിക്കെന്ന്. അത് നമ്മൾ എപ്പോഴും പറയുന്നവരാണ്. ഈ ജയിക്ക് മത്സരിക്കുമ്പോൾ, ചാണ്ടി ഉമ്മനുമായി മത്സരിക്കുമ്പോൾ നവകേരള ന്യൂസിൽ ഞാൻ ചെയ്തൊരു സ്റ്റോറി ഉണ്ട്. ജയിക്കേണ്ടുന്നവൻ ജയിക്കായിരുന്നു, പക്ഷെ ഇത് പുതുപ്പള്ളിയായി പോയി, ഉമ്മൻചാണ്ടിയുടെ പുതുപ്പള്ളിയായി പോയി എന്ന് പറഞ്ഞത്. കാരണം രാഷ്ട്രീയ പാരമ്പര്യവും ഇൻ ദ സെൻസ് സ്വന്തമായി ഉണ്ടാക്കുന്ന പാരമ്പര്യവും രാഷ്ട്രീയ പരിചയവും വെച്ച് ചാണ്ടി ഉമ്മനേക്കാൾ മികച്ച നേതാവ് ജയിക്ക് തന്നെയാണ്. ആഴത്തിലുള്ള വായന, നന്നായി സംസാരിക്കാൻ അറിയാം, ജനങ്ങളെ കൂട്ടാൻ അറിയാം, ഇതൊക്കെ ജയിക്കാണ്. പക്ഷെ ചാണ്ടി ഉമ്മന് ഒരു അവസരം ലഭിച്ചപ്പോൾ ആ അവസരം ചാണ്ടി ഉമ്മനൊപ്പം നിന്നപ്പോൾ ജയിക്കിനേക്കാൾ മികച്ച നേതാവാകാൻ ചാണ്ടി ഉമ്മൻ അവിടെ സാധിച്ചു. ആ ചാണ്ടി ഉമ്മന്റെ പ്രവർത്തനം കൊണ്ട് ജയിക്ക് കൈയടക്കി വെച്ചിരുന്ന പുതുപ്പള്ളി മണ്ഡലത്തിലെ പഞ്ചായത്തുകളിലെ ഒരു പഞ്ചായത്ത് ഒഴിച്ച് മറ്റു പഞ്ചായത്തുകൾ മുഴുവൻ ചാണ്ടി ഉമ്മന്റെ നേതൃത്വം കൊടുത്ത UDF-ന് കോൺഗ്രസിന് തിരിച്ചു പിടിക്കാൻ സാധിച്ചു. ഇപ്പൊ സ്വാഭാവികമായിട്ടും ജയിക്കിന്റെ ഈ പേര്, ജയിക്ക് എപ്പോഴും തോൽക്കുന്ന ആളാണ്, ജയിക്കിന്റെ പേര് വേറെയാണ് എന്ന തരത്തിലൊക്കെ ചർച്ചകൾ വരും. ആ ഒരു സർക്കാസ്റ്റിക് മോഡിൽ എടുത്തൊരു വീഡിയോയുടെ ഒരു പോർഷൻ ചില സൈബർ പോരാളികൾ കട്ട് ചെയ്ത് എടുത്തുകൊണ്ടുപോയി പ്രചരിപ്പിച്ചതിനെ വെച്ച് മനോരമ പോലൊരു മാധ്യമം ഇത്തരത്തിൽ ഒരു ഫാക്ട് ചെക്ക് ചെയ്തത് വളരെയധികം സന്തോഷം എനിക്കുണ്ട് എന്നുള്ളതാണ്. ഇപ്പൊ ജയിക്ക് നമ്മുടെ ഫോണിൽ വന്നിട്ടുണ്ട്, ജയിക്കിന് ഇന്റർവ്യൂ എടുത്തിട്ട് ജയിക്ക് നമ്മുടെ ഒരു സബ് എഡിറ്ററുമായി സംസാരിച്ചിരുന്നു എന്ന് പറഞ്ഞു. ജയിക്കിനോട് പാർട്ടി പരാതി കൊടുക്കട്ടെ, ഞാൻ അതിനെ സ്വാഗതം ചെയ്യുകയാണ്. സ്വാഭാവികമായിട്ടും അതിനെ സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഇതിനെതിരെ വ്യാജ പ്രചരണം നടത്തുന്ന ഈ ക്ലിപ്പ് വെച്ചുകൊണ്ട് നമ്മളെ അനലൈസ് ചെയ്യുന്ന പ്രൊഫൈലുകൾക്കെതിരെ നിയമപര നടപടികൾ സ്വീകരിക്കാൻ നമ്മളും തയ്യാറെടുക്കുകയാണ് എന്നുള്ളതാണ്. അല്ലാതെ അതിനകത്ത് വേറെ കൂടുതൽ കാര്യങ്ങളൊന്നുമില്ല. നേഷൻ ഫസ്റ്റ് എന്ന് പറയുന്ന പേജ് ഒരു കൂട്ടം യുവ ജേർണലിസ്റ്റുകൾ പ്രവർത്തിക്കുന്ന ഒരു പേജാണ്. ഞങ്ങളുടെ പ്രവർത്തനങ്ങളുമായി ആളുകൾ എന്താണോ ഞങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്, ഇഷ്ടപ്പെടുന്നത്, അത്തരത്തിലുള്ള വീഡിയോകളുമായി ഞങ്ങൾ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. ഇനിയും പ്രേക്ഷകരുടെ പിന്തുണ ഞങ്ങൾക്ക് അനിവാര്യം തന്നെയാണ്. വീണ്ടും ഇതിനു മുമ്പ് നമ്മുടെ മറ്റ് ചാനലുകളിൽ ഞാൻ മനോരമയുടെ ഒരു കാര്യത്തിൽ നന്ദി പറയുന്നു. ഞങ്ങളുടെ പേര് മെൻഷൻ ചെയ്തത്, ഞങ്ങളുടെ സെർച്ച് ചെയ്താൽ കിട്ടത്തക്ക തരത്തിലേക്ക് ഞങ്ങളുടെ പേര് നിങ്ങളുടെ വെബ്സൈറ്റിൽ ആഡ് ചെയ്തത്. കാരണം എന്ന് പറയുന്നത് ഇന്റർവ്യൂ അതെ ഇതിനു മുമ്പ് നമ്മൾ ഉണ്ടാക്കിയ വിപ്ലവം എന്ന് പറയുന്നത് അതായിരുന്നു. ആ ഇന്റർവ്യൂ വന്ന സമയത്ത് ഒരാൾ പോലും നമ്മുടെ പേര് മെൻഷൻ ചെയ്തില്ല എന്നൊരു സങ്കടം. പ്രമുഖ യൂട്യൂബ് ചാനൽ എന്ന് മാത്രമല്ല, പ്രമുഖ കൂടി ചേർത്തതിൽ വളരെയധികം സന്തോഷം. കാരണം മലയാള മലയാളിക്കൊക്കെയാണ് ഈ പ്രമുഖ കിട്ടുക. അത് നേഷൻ ഫസ്റ്റിനോട് കിട്ടിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇതിനു മുമ്പ് മീഡിയ വണ്ണാണ് ഇത്തരത്തിലൊരു മാന്യത കാണിച്ചിട്ടുള്ളത്. കാരണം അലക്സാണ്ടർ ജേക്കബ് IPS-മായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ പൂർവ്വജന്മത്തെ കുറിച്ച് പറഞ്ഞ നമ്മുടെ മറ്റൊരു പ്ലാറ്റ്ഫോമായ അബാക് മീഡിയയിൽ പറഞ്ഞ വീഡിയോ എല്ലാ മാധ്യമങ്ങളും, എന്തിന് ഇവിടുത്തെ ചെറിയ ഞങ്ങളെ അബാക് മീഡിയയേക്കാൾ സബ്സ്ക്രിപ്ഷൻ കുറവുള്ള ചാനലുകൾ പോലും ഒരു യൂട്യൂബ് ചാനലിൽ കൊടുത്ത ഇന്റർവ്യൂ എന്ന് പറഞ്ഞപ്പോ മീഡിയ വണ്ണാണ് അബാക് മീഡിയ എന്ന് മെൻഷൻ ചെയ്യാൻ മാന്യത കാണിച്ചവർ. ഞങ്ങൾ ആ മാന്യത എപ്പോഴും പിന്തുടരാറുണ്ട്. ആ ചാനലിന്റെ പേരും അവിടുത്തെ ആളുകളുടെ പേരും പറഞ്ഞു തന്നെ പോകാൻ ഞങ്ങൾ ശ്രമിക്കാറുണ്ട്. അപ്പോൾ അത്രയും വലിയൊരു വിശാല മനസ്കത കാണിച്ച മനോരമയെ ഇന്ന് ഞങ്ങൾ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നു. മറ്റു മാധ്യമങ്ങളെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. ഇനിയും ഇത്തരത്തിലുള്ള വീഡിയോകൾ വരുമ്പോൾ ഞങ്ങളുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ അത് തെറ്റാണെന്ന് പറഞ്ഞാൽ തിരുത്താൻ തയ്യാറാണ്. കാരണം ഇത്തരത്തിൽ ഈ ക്ലിപ്പുകൾ ജയിക്കിന് ഒരു ഇമേജിന് പ്രശ്നം ഉണ്ടാകുന്ന തരത്തിലേക്ക് പ്രചരിക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ അടുത്ത വീഡിയോയിൽ കൃത്യമായി പറഞ്ഞതാണ് ഞങ്ങൾ. കുറേയധികം വീഡിയോകൾ ഞങ്ങളതില് മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടായെങ്കിൽ ഖേദം പ്രകടിപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. ആ വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ആരെയും പേഴ്സണലി അറ്റാക്ക് ചെയ്യാൻ ഇത് നമ്മൾ ഉണ്ടാക്കിയെടുത്ത നറേറ്റീവ് അല്ല. ഈ ഇലക്ഷന്റെ റിസൾട്ട് വന്ന പിറ്റേ ദിവസം മുതൽ സോഷ്യൽ മീഡിയയിലെ എല്ലാം ഇടതുവിരുദ്ധ സൈബർ ട്രോളുകളിൽ വന്ന ഒരു കാര്യം നമ്മൾ പല കാര്യങ്ങൾ പറയുമ്പോഴും നമ്മൾ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ആണല്ലോ. അപ്പോൾ അത്തരത്തിൽ നമ്മൾ ഡിജിറ്റലിൽ വരുന്ന സർക്കാസ്റ്റിക് ആയിട്ടുള്ള ട്രോൾ മെറ്റീരിയൽ എല്ലാത്തും യൂസ് ചെയ്യാറുണ്ട്. അത് സർക്കാസം അറിയാത്ത ഒരു പറ്റം പേർ പറയട്ടെ, ഇന്ന് രാവിലെ മുതൽ ഒരുപാട് സുഹൃത്തുക്കൾ എനിക്ക് ഈ ക്ലിപ്പുകൾ അയച്ചു തരുന്നു. ഇതിന്റെ പ്രതികരണം ഉറപ്പായിട്ടും ഞങ്ങൾക്കുണ്ടാകുന്ന തെറ്റുകളെ അല്ലെങ്കിൽ ഞങ്ങൾക്കുണ്ടാകുന്ന മിസ്റ്റേക്കുകൾ ആണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഞങ്ങൾ പറയുന്ന കാര്യങ്ങളെ എതിർക്കുന്നത്, പ്രതിഷേധിക്കുന്നത്, അതിനെതിരെ വീഡിയോ ചെയ്യുന്നത്, അതിനെ പ്രോത്സാഹിപ്പിക്കുന്നത്, ഇതെല്ലാം ഞങ്ങൾ നല്ല മനസ്സോടെ സ്വീകരിക്കും. ഞങ്ങളെ വിമർശിച്ചവർക്കെതിരെ ഒരാൾക്കെതിരെയും ഞങ്ങളുടെ വീഡിയോ ഉപയോഗിച്ചതിന് സോഷ്യൽ മീഡിയ പ്രകാരമുള്ള കോപ്പിറൈറ്റ് പോലും ഞങ്ങൾ കൊടുക്കില്ല. നിങ്ങൾക്ക് ധൈര്യമായി ഞങ്ങളുടെ വീഡിയോകൾ ഉപയോഗിക്കാം, അത് വിമർശിക്കാൻ വേണ്ടി. അതേസമയം ഇത് കൊണ്ടുപോയി മറ്റു പണം ഉണ്ടാക്കാനുള്ള ശ്രമമാണെങ്കിൽ ഞങ്ങൾ ഉറപ്പായും അതിനെതിരെ ലീഗൽ ആക്ഷൻസ് എടുക്കും. അല്ലെങ്കിൽ ഒരു വിഷയവുമില്ല, ധൈര്യമായി നിങ്ങളുടെ സഹോദരന്റെ ചാനൽ പോലെ, നിങ്ങളുടെ സഹോദരങ്ങളുടെ ചാനൽ പോലെ ഞങ്ങളുടെ വിഷ്വൽസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഞങ്ങൾക്കെതിരെ വിമർശനങ്ങൾ അറിയിക്കാം. നിങ്ങളുടെ വിമർശനങ്ങളാണ് ഞങ്ങളുടെ മുന്നോട്ടുള്ള വളർച്ചയിൽ ഞങ്ങളെ സഹായിക്കുന്നത്. താങ്ക് യു.